അധ്യായം 5. പിക്നിക്. 1 മണിക്കൂർ മുൻപ് ഒറ്റയ്ക്കിരുന്ന് ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞ അതേ കോൺക്രീറ്റ് ബെഞ്ചിലിരുന്ന് ഞാൻ എന്നേക്കാൾ ദുർവിധി നേരിട്ടവനെ ആശ്വസിപ്പിച്ച് അവന്റെ കൈകൾ പൊതിഞ്ഞു പിടിച്ച് അവനെ ചേർന്നിരുന്നു. പരീക്ഷ എഴുതാൻ പഠിക്കുന്ന പാഠങ്ങൾ പരീക്ഷയോടെ മറക്കും. അനുഭവങ്ങൾ പഠിപ്പിച്ചു തരുന്ന പാഠങ്ങൾ ആരും മറക്കില്ല. ഞങ്ങൾ പുതിയ പരീക്ഷണ പാഠങ്ങളിലേക്ക് പ്രവേശിക്കുകയായിരുന്നു. ഹമീദേ, നിന്റെ കഥകൾ കേട്ടിരുന്നപ്പോൾ വിശപ്പറിഞ്ഞില്ല. ഇപ്പോൾ വല്ലാണ്ട് വിശക്കണു. എന്തെങ്കിലും കഴിക്കണ്ടേ? അതിനൊരു വഴി പറയാമോ? ഞാൻ വെറുതെ ചോദിച്ചു. ഹമീദ് എന്റെ കൈ മെല്ലെ വിടുവിച്ച് ചെറുതായി പുഞ്ചിരിച്ചു പറഞ്ഞു, അതിനൊരു വഴിയേ ഉള്ളൂ. എന്താ അത്? എനിക്ക് ആകാംക്ഷയായി. നീയും നിന്റെ കഥ പറഞ്ഞാ മതി, നമുക്ക് പിന്നെ വിശക്കില്ല. ഹമീദിന്റെ മറുപടി നിരാശപ്പെടുത്തിയെങ്കിലും ഞങ്ങൾ ചിരിച്ചു. ശരിക്കും നിന്റെ വീട് എവിടെയാ? ഹമീദ് ചോദിച്ചു. എറണാകുളം മൂവാറ്റുപുഴ റൂട്ടിലാ. പുത്തൻകുരിശിനടുത്ത് മറ്റക്കുഴി എന്നൊരു ഗ്രാമമുണ്ട്, അവിടെയാ. നീ എന്നോട് ചോദിച്ചത് ഞാനിപ്പോൾ തിരിച്ചു ചോദിക്കട്ടെ? ഞാൻ കൗതുകത്തോടെ ഹമീദിനെ നോക്കി. ചാടിപ്പോന്നതാണോ? അവൻ കളിയാക്കിയതാണോ എന്ന് ഞാൻ സംശയിച്ചു. അല്ല, അവന്റെ മുഖത്തൊരു തരം ആകാംക്ഷയുണ്ട്. നിനക്ക് സംഭവിച്ചതുപോലെ ആരും ഓടിച്ചു വിട്ടതല്ല ഹമീദേ. പഠിക്കാൻ എനിക്ക് വലിയ കൊതിയായിരുന്നു. ഇപ്പോഴും അതെ. 7ലേക്ക് ജയിച്ചതാ, വിട്ടില്ല. പിന്നെ എനിക്കങ്ങ് സങ്കടായി. എൻ്റെ കുഞ്ഞു വീട്ടിൽ അപ്പച്ചനും അമ്മച്ചിയും അടക്കം ഞങ്ങൾ 8 പേരുണ്ട്. കൂലിവേലക്കാരനായ അപ്പച്ചൻ ഒരാളുടെ വരുമാനം. ദാരിദ്ര്യം ഞാൻ സഹിക്കും. പഠിപ്പ് മുടങ്ങിയത് സഹിക്കാനായില്ല. അത് ആരോടും പറയാതെ മൂവാറ്റുപുഴയിലേക്ക് നാടുവിട്ടത്. ഹമീദ് എന്നെ അവിശ്വസനീയതയോടെ നോക്കി. അവൻ പറഞ്ഞു, ദാരിദ്ര്യം കൊണ്ട് നിവൃത്തിയില്ലാതെ നാട് വിട്ടുപോയി ഒരു നേരത്തെ ആഹാരത്തിന് വഴി തേടുന്നവർ ഒത്തിരിയുണ്ട്. എന്നാൽ പഠിച്ചില്ലെന്നും പറഞ്ഞ്. ഹമീദ് എന്നെ ഒന്ന് ചരിഞ്ഞു നോക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞു, നിനക്ക് ലേശം വട്ടുണ്ട്. ഞാൻ ഉച്ചത്തിൽ ചിരിച്ചുപോയി. അവൻ പതുക്കെ. ചിരിയുടെ ആഘാതം കാലി വയറിനെ ഒന്നുകൂടെ ചുളുക്കി. ഞാൻ നിവർന്നിരുന്ന് വന്ന ചിരിയെ ചിരിച്ചു തീർത്തിട്ട് പറഞ്ഞു, നേരെ ഹമീദേ, ഉണ്ണാനും ഉടുക്കാനും ഇല്ലാത്തവൻ പഠിച്ചു വലിയ ആളാവാൻ കൊതിക്കുന്നതിൽ ലേശം വട്ടിന്റെ പ്രശ്നമുണ്ട്. ഹമീദ് പെട്ടെന്ന് എൻ്റെ കയ്യിൽ പിടിച്ചു. അതൊരു ചീത്ത വട്ടല്ല, നല്ല വട്ടാണ്. ഹമീദ് ക്ഷമ ചോദിക്കും പോലെയാണത് പറഞ്ഞത്. പിന്നെ അവൻ എൻ്റെ കഥയിലേക്ക് തിരിച്ചു വരാൻ ധൃതി കാണിച്ചു. അല്ല, നീ മൂവാറ്റുപുഴയ്ക്ക് പുറപ്പെട്ടു പോയിട്ട് കോട്ടയത്ത് വന്നത് എങ്ങനെയാ? അതാണ് കഥ. മൂവാറ്റുപുഴയിൽ ഞാൻ ഒരുവിധം എല്ലാ ഹോട്ടലുകളിലും പണി ചെയ്തു. 1 മണിക്കൂർ പണി ചെയ്തിട്ട് ഇറങ്ങിപ്പോന്ന ത്രിവേണി ഹോട്ടൽ മുതൽ 2.5 മാസം ജോലി ചെയ്ത ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന്റെ ഉള്ളിലെ പബ്ലിക് ഹോട്ടൽ വരെ അതിൽപ്പെടും. ഹോട്ടൽ കൈലാസിൽ പണി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ നസീറിന്റെ പിക്നിക് സിനിമ ലതാ ടാക്കീസിൽ റിലീസാവുന്നത്. ആ സിനിമ എന്നെ പട്ടിണിയിലാക്കി. അയ്യോ, അതെങ്ങനെ? ഹമീദ് ഉത്സാഹത്തോടെ എൻ്റെ അനുഭവങ്ങൾ കേൾക്കാൻ ധൃതി കാണിച്ചു. അതുകൊണ്ട് പറയാൻ എനിക്കൊരു ഉന്മേഷം തോന്നി. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിലുള്ള ഹോട്ടൽ കൈലാസിൽ നിന്നും നമുക്കൊരു കഥ തുടങ്ങാം. അതാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചഭക്ഷണം. മതിയോ? ഹമീദ് ചിരിച്ചു പറഞ്ഞു. വേറെ വഴിയില്ലല്ലോ, നീ വിളമ്പിക്കോ, ഞാൻ കഴിച്ചോളാം. എൻ്റെ മനസ്സിൽ നിന്നും ആവി പറക്കുന്ന ഒരു കഥാഭക്ഷണ പൊതി ഞാൻ ഹമീദിനു മുന്നിൽ തുറക്കാൻ തുടങ്ങി. പ്രേം നസീറിന്റെ 10 സുന്ദര ഗാനങ്ങളുള്ള പിക്നിക് എന്ന സിനിമ റിലീസായ ദിവസമാണ് ഹോട്ടൽ കൈലാസിലെ എൻ്റെ പണി പോയതും ഞാൻ പട്ടിണിയായതും. നിർമ്മല ഹൈസ്കൂളിന് എതിർവശത്തുള്ള ഹോട്ടൽ കൈലാസിൽ 18 മണിക്കൂറാണ് ജോലി സമയം. എന്നാൽ ഉച്ചയ്ക്ക് 2 മുതൽ 4 വരെ വിശ്രമമുണ്ട്. അപ്പോഴാണ് കുളി. ലതാ ടാക്കീസിന് മുന്നിലൂടെ തെക്കോട്ടൊഴുകുന്ന മൂവാറ്റുപുഴയുടെ തണുപ്പറിഞ്ഞ് കുറേ നേരം മുങ്ങിക്കിടക്കും. പിക്നിക് ഇറങ്ങിയ ദിവസം സോപ്പ് വാങ്ങാൻ 1 രൂപ അഡ്വാൻസ് വാങ്ങി ഒറ്റ ഓട്ടത്തിന് ലതാ ടാക്കീസിലെത്തി 50 പൈസയുടെ ബഞ്ച് ടിക്കറ്റ് എടുത്തു. ആദ്യ ഷോ. ഇരിക്കാനിടമില്ല. വാതുക്കൽ നിന്ന് കണ്ടു. നസീറും നടി ലക്ഷ്മിയും, എന്തിന് അടൂർബാസി പോലും മെലിഞ്ഞ് ശോഷിച്ചു കാണപ്പെട്ടു. പടം തീർന്ന് കണ്ണു തിരുമ്മി വെളിയിൽ വന്നപ്പോഴാണ് സമയബോധം വന്നത്. 5:30.
ഒറ്റ ഓട്ടത്തിന് ഹോട്ടൽ കൈലാസിലെത്തി. ക്യാഷ് കൗണ്ടറിലിരുന്ന മുതലാളി എന്നെ രൂക്ഷമായി നോക്കി. ഒരു നികൃഷ്ട ജീവിയെ കണ്ടതുപോലെ അയാൾ മുരണ്ടു. അകത്തേക്ക് കേറണ്ട, ഞാൻ വേറെ ആളെ വെച്ചു. അയാൾ നിർദാക്ഷിണ്യം എന്റെ ചീട്ട് കീറി. നെഞ്ചിനുള്ളിൽ ഒരാന്തലുണ്ടായി. ഇനി എന്തു ചെയ്യും? എന്റെ കണക്ക് പോലും നോക്കാൻ തയ്യാറാവാതെ അയാൾ എന്നെ ഇറക്കി വിട്ടു. ഞാൻ വീണ്ടും തെരുവിൽ അലഞ്ഞു തിരിയുന്ന കുട്ടികളിൽ ഒരുത്തനായി. ആ ദിവസങ്ങളിൽ ഞാൻ ആവശ്യത്തിലധികം പൈപ്പ് വെള്ളം കുടിച്ചു. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലെ മുഴുത്ത കൊതുകുകളുടെ ചെവി തുളയ്ക്കുന്ന താരാട്ടിൽ രാത്രി 11ന്റെ വണ്ടിക്ക് വരുന്ന പിറ്റേ ദിവസത്തെ മാതൃഭൂമിക്ക് മേൽ കിടന്നുറങ്ങി. ബസ് സ്റ്റാൻഡിലെ ചുമട്ടുതൊഴിലാളി പീറ്റർ ചേട്ടനാണ് എനിക്ക് ഹോട്ടൽ മായയിൽ പണി വാങ്ങി തന്നത്. മൂവാറ്റുപുഴ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്നും തെക്കോട്ട് തിരിഞ്ഞ് ഇത്തിരി നടന്നാൽ വലതുഭാഗത്ത് ഹോട്ടൽ മായ കാണാം. ഹോട്ടൽ മായയിൽ ഊണില്ല. 4 മേശകളും കസേരകളുമുള്ള പിള്ളേച്ചന്റെ ചായക്കട. ആദ്യത്തെ 2 ദിവസം കൊണ്ട് തന്നെ പിള്ളേച്ചനും കുടുംബത്തിനും എന്നെ നന്നേ പിടിച്ചു. ജോലി സമയത്ത് ഞാൻ ബഹളക്കാരനാണ്. ചുമ്മാ ഒച്ചയെടുത്ത് ഓടി നടക്കും. മായയിൽ ഞാൻ ഒറ്റ സ്റ്റാഫാണുള്ളത്. ആളുകളുടെ ഓർഡറുകൾ എടുത്ത് അത് ഉച്ചത്തിൽ അകത്തോട്ട് വിളിച്ചു പറയും. ഭക്ഷണവും ചായയും ഒക്കെ അകത്തുപോയി എടുക്കുന്നതും കൊടുക്കുന്നതും ഞാൻ തന്നെയാണെങ്കിലും 2 സെറ്റ് അപ്പം മുട്ടക്കറി എന്ന് വിളിച്ചു പറഞ്ഞിട്ട് അതെടുക്കാൻ അടുക്കളയിലേക്ക് ചെല്ലുമ്പോൾ പിള്ളേച്ചന്റെ ഭാര്യ ചിരിയടക്കി ചോദിക്കും, നീ ആരോടാടാ ഈ വിളിച്ചു പറയുന്നേ? ഞാനും ചിരിക്കും, എന്നോട് തന്നെ, അല്ലെങ്കിൽ ഞാൻ മറക്കും. പിള്ളേച്ചന് 3 മക്കളാണ്. മായ, മൈത്രി, മധു. കെട്ടുപ്രായമായ ഒരു വായാടിയാണ് മായ. തൊലിവെളുപ്പിന്റെ ഇത്തിരി ജാടയുണ്ട് മായ ചേച്ചിക്ക്. മായ ചേച്ചി രാവിലെ തയ്യൽ പഠിക്കാൻ പോകും. മൈത്രി മിണ്ടില്ല. അവളുടെ ചിരിക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. മധു ഇളയവൻ 8ലാണ്. ഇളയത്തുങ്ങൾ രണ്ടും പിള്ളേച്ചനെ പോലെ കറുത്തിട്ടാണ്. മധു നേരം കിട്ടുമ്പോഴൊക്കെ ഓടി വന്ന് ക്യാഷ് കൗണ്ടറിൽ കയറിയിരുന്ന് കൊച്ചുമുതലാളിയാവും. എന്നേക്കാൾ 2 വയസ്സിന് എളുപ്പമുണ്ടെങ്കിലും മധു എന്നെ എടാ എന്നൊക്കെ വിളിച്ച് മുതലാളിയാവാൻ ശ്രമിക്കും. അതിന് അവന്റെ അമ്മ അവനെ വഴക്കു പറയും. ക്യാഷ് കൗണ്ടർ ഒരു സാധാരണ മേശയാണ്. മേശമേൽ ഒരു ചുവന്ന വിരിക്കുമേൽ മേശയുടെ അത്ര തന്നെ വലിപ്പമുള്ള മങ്ങിത്തുടങ്ങിയ ഒരു ചില്ല് വെച്ചിട്ടുണ്ട്. മേശവിരിക്കും ചില്ലിനുമിടയിൽ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പന്റെ ഒരു കളർ ചിത്രമുണ്ട്. ഹോട്ടൽ മായയിൽ ഞാൻ ജോലി ചെയ്തത് 8 ദിവസമാണ്. 9ാം ദിവസം മായയിലെ എന്റെ പണി പോയി. മനസ്സിനെ വല്ലാണ്ട് നോവിപ്പിച്ച ഒരു സംഭവമാണ് അതിന് കാരണം. എന്റെ കഥയിലേക്ക് ആപാത ചൂടമിറങ്ങിയ ഹമീദിനെ ശ്രദ്ധിക്കാതെ ഞാൻ സംഭവത്തിലേക്ക് കടന്നു. രാവിലെ കടയിൽ നല്ല തിരക്കാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല മൂഡിലുമാണ്. ഞാൻ എൻ്റെ ജോലികളിൽ ബഹളം വെച്ച് എൻജോയ് ചെയ്യുകയാണ്. പിള്ളേച്ചൻ അടുക്കളയിൽ അപ്പം ചുടുന്നു. അമ്മ വൈകുന്നേരത്തെ ദോശയ്ക്ക് അരിയാട്ടുന്നു. കൊച്ചു മുതലാളി മധുവിന് ഇന്ന് ക്ലാസ് ഇല്ല. അതിനാൽ ടിയാൻ കൗണ്ടറിലിരുന്ന് എന്നെ ഭരിക്കുന്നു. ഞാൻ ഇടയ്ക്ക് കിച്ചണിലേക്ക് ഓടിച്ചെന്ന് ചുട്ടുവെച്ച അപ്പം ചില്ലലമാരിക്ക് അടുത്തുള്ള മേശമേൽ കൊണ്ടുവച്ചിട്ട് അലമാരിയിലേക്ക് പെറുക്കി വെച്ചപ്പോൾ ഒരെണ്ണം മുറിഞ്ഞുപോയി. ഡാ, അപ്പം മുറിഞ്ഞു പോണ കണ്ടില്ലേ? കൊച്ചുമുതലാളി സ്വരം മാറ്റി. ഞാൻ ആ അപ്പം കൂട്ടിച്ചേർത്ത് ഒന്നാക്കി വെച്ചു. എന്നിട്ട് കൗണ്ടറിൽ ചെന്ന് കൊച്ചുമുതലാളിയോട് തമാശയായി പറഞ്ഞു, അതെ, അച്ഛനോട് ഇത്രയും കൂടെ കട്ടിക്കുണ്ടാക്കാൻ പറ, ഇല്ലെങ്കിൽ ഇനിയും മുറിയും. ഞാനൊന്ന് ചിരിച്ച് പ്ലേറ്റുകളും ഗ്ലാസുകളും പെറുക്കാൻ തുടങ്ങി. ചെറുക്കന് തമാശ പിടിച്ചിട്ടില്ല. കടുപ്പിച്ചിട്ടുള്ള നോട്ടം കണ്ടാൽ അറിയാം. തിരക്കിനിടയിൽ ഞാൻ വീണ്ടും അപ്പം കൊണ്ടുവന്ന് അടുക്കാൻ തുടങ്ങി. ഡേ, വീണ്ടും ഒരപ്പം നടുകെ കീറിപ്പോയി. ഡാ, അപ്പം മുറിയണൂന്ന്. കൊച്ചുമുതലാളിയുടെ സ്വരം കനക്കുന്നത് ചായ കുടിക്കുന്നവർ തിരിഞ്ഞു നോക്കി ശ്രദ്ധിച്ചു. ഇത്തവണ ഞാൻ അവനെ ഗൗനിച്ചില്ല. അപ്പം ശരിയാക്കി വെച്ച് എന്റെ ജോലികളിൽ മുഴുകി. കടയിൽ തിരക്ക് കൂടി എന്റെ പണികളും. അടുത്ത തവണ അപ്പം പെറുക്കാൻ തുടങ്ങിയപ്പോഴേ ആവി പറക്കുന്ന ഒരപ്പത്തിന്റെ പകുതിയാണ് കയ്യിൽ കിട്ടിയത്. ഞാൻ പെട്ടെന്ന് മധുവിനെ നോക്കി. അവൻ ചാടി എഴുന്നേറ്റ്, നിന്റെ അപ്പന്റെ വകയാണോടാ ഇങ്ങനെ മുറിച്ചു കളയാൻ എന്നൊരു ഗർജനം. ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവർ ഞെട്ടിത്തിരിഞ്ഞു. ഹോട്ടൽ മായ എനിക്ക് ചുറ്റുമൊന്ന് കറങ്ങി. എന്നെ സൈക്കിള് ചവിട്ടാൻ പഠിപ്പിച്ച മാറാടി ഷാപ്പിലെ കരുണാകരന്റെ വാക്കുകൾ എന്റെ ചെവിക്കുള്ളിലേക്ക് തുളഞ്ഞു കയറി. അപ്പനെ വിളിക്കുന്നവന്റെ കരണക്കുറ്റി അടിച്ചു പൊളിക്കാമടാ. അതിനിവിടെ ഒരു പോലീസും പട്ടാളം ചോദിക്കില്ല. തന്തയ്ക്ക് പിറന്നവൻ അപ്പന് വിളി കേട്ട് നിൽക്കില്ല. ക്ഷണനേരം കൊണ്ട് എന്റെ കാലിൽ നിന്നും ഇരച്ചു കയറിയ ഒരു തരിപ്പ്
തലച്ചോറിലേക്കും അവിടുന്ന് എന്റെ വലത്ത് കൈയിലേക്കും കുതിച്ചെത്തി. കയ്യിലിരുന്ന ആവി പറക്കുന്ന മുറിയപ്പം മധുവിന്റെ ഇടത്ത് കവിളിൽ ആഞ്ഞു പതിച്ചു. കണ്ണുകളിലൂടെ പൊന്നീച്ചകൾ പറക്കുന്നത് കണ്ട മധു അച്ഛാ ഓടിവായോ എന്നലറി വിളിച്ച് കവിളിൽ പറ്റിപ്പിടിച്ച അപ്പം മാന്തി പൊളിച്ച് പൊട്ടിക്കരഞ്ഞു. ഞെട്ടിത്തിരിഞ്ഞിരുന്ന ആളുകൾ ചാടി എഴുന്നേറ്റു. പുറത്ത് റോഡിലൂടെ നടന്നു പോയവർ എത്തി നോക്കി. പിള്ളേച്ചൻ ഒരു കൊടുങ്കാറ്റായി അടുക്കളയിൽ നിന്നും അപ്പം ചുട്ടുകൊണ്ടിരുന്ന ചട്ടുകവുമായി പാഞ്ഞു വരുന്നത് കണ്ടപ്പോഴാണ് എനിക്ക് സ്ഥലകാല ബോധമുണ്ടായതും ഞാൻ തിരിഞ്ഞ് ഹോട്ടൽ മായയ്ക്ക് വെളിയിലേക്ക് ചാടി വടക്കോട്ട് ഓടി രക്ഷപ്പെട്ടതും. ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിനടുത്തെത്തി ഞാൻ തിരിഞ്ഞു നിന്നു. ആളുകൾ ചായക്കടയ്ക്ക് മുന്നിൽ കൂട്ടം കൂടി നിന്നതല്ലാതെ എന്നെ ആരും പിന്തുടർന്നില്ല. പിള്ളേച്ചൻ റോഡിലിറങ്ങി വാള് വീശും പോലെ ചട്ടുകം ചുഴറ്റി എന്നെ ഉച്ചത്തിൽ തെറി വിളിച്ചു. റോഡിന് നടുവിൽ വിരണ്ടു നിന്ന എന്റെ തോളിൽ ഒരു കൈ പതിഞ്ഞു. ഞാൻ ഞെട്ടിത്തിരിഞ്ഞു. മായയിൽ എനിക്ക് ജോലി വാങ്ങിത്തന്ന ചുമട്ടുതൊഴിലാളി പീറ്റർ ചേട്ടൻ. എന്താടാ, എന്താ പ്രശ്നം? പീറ്റർ ചേട്ടാ, എനിക്കൊരു തെറ്റുപറ്റി. നീ കാര്യം പറയടാ. അത് ആ ചെക്കൻ എന്റെ തന്തയ്ക്ക് വിളിച്ചു. ആര്? പിള്ളേച്ചന്റെ ചെറുക്കനോ? എന്നിട്ട് നീ ഏതും കേട്ടോണ്ട് ഇങ്ങ് പോന്നോ? ഒരപ്പം മുറിഞ്ഞു പോയതിനാ. അറിഞ്ഞോണ്ടല്ല പീറ്ററേട്ടാ, അറിയാതെ തല്ലിപ്പോയി. മുറിഞ്ഞു പോയ അപ്പം എന്റെ കയ്യിലുണ്ടായിരുന്നു. അവന്റെ മുഖം പൊള്ളിപ്പോയി. അയാൾ എന്നെ അതിശയത്തോടെ നോക്കി. നീ ആള് കൊള്ളാലോടാ, മിടുക്കൻ, വാ. അയാൾ എന്റെ കയ്യിൽ പിടിച്ചു വലിച്ചു. വേണ്ട പീറ്ററേട്ടാ, എന്തായാലും അവിടുത്തെ പണി പോയി. വെറുതെ ഒരു പ്രശ്നം കൂടെ ഉണ്ടാക്കണ്ട. നീ നടക്കടാ. ഒളിച്ചു പോവേണ്ട തെറ്റൊന്നും നീ ചെയ്തിട്ടില്ല, വാ. ഒരു പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരും പോലെ പീറ്റർ എന്നെ മായയ്ക്ക് മുന്നിലെ ആൾക്കൂട്ടത്തിനിടയിലൂടെ ചായക്കടയ്ക്ക് മുന്നിലെത്തിച്ചു. പിള്ളേച്ചാ, പീറ്റർ ഉച്ചത്തിൽ വിളിച്ചു. പിള്ളേച്ചൻ ഉള്ളിൽ നിന്നും ചട്ടുകവുമായി കുതിച്ചു. അമ്മയും മൈത്രിയും അയാളെ പിടിച്ചു നിർത്താൻ ശ്രമിച്ചു. ഒരു ലുങ്കി മാത്രമാണ് അല്പം വളവുള്ള മെലിഞ്ഞു കറുത്ത പിള്ളേച്ചന്റെ വേഷം. അയാൾ ആക്രോശിച്ചു. ദേ പീറ്ററെ, നീ വക്കാലത്തിന് വരണ്ട, ഇവനെ ഞാൻ ഇന്ന് കൊല്ലും. അയാൾ അലറി എന്റെ നേരെ ചട്ടുക മൂങ്ങി. ഞാൻ പേടിച്ച് പീറ്ററേട്ടന്റെ പിന്നിലേക്ക് മാറാൻ ശ്രമിച്ചു. പാല് കൊടുത്ത കൈക്കാ ഇവൻ കൊത്തിയത്. എന്റെ ചെറുക്കന്റെ മുഖം കണ്ടോ താൻ? അയാളുടെ ശബ്ദം ചിലമ്പി. മധു അവിടെ ഇല്ലായിരുന്നു. അകത്ത് മുറിയിൽ കൊണ്ടുപോയി കിടത്തിക്കാണും. പീറ്റർ മധ്യസ്ഥത പറയാൻ തയ്യാറായി. ഡോ പിള്ളേച്ച, തന്റെ മൊട്ടേന്ന് വിരിയാത്ത ചെക്കൻ ഒരപ്പം മുറിഞ്ഞു പോയതിന് ഇവന്റെ തന്തയ്ക്ക് വിളിച്ചു. ഇവൻ ആ അപ്പം വെച്ച് ഒന്ന് പൊട്ടിച്ചു. അത് നാട്ടു നടപ്പാ. തന്തയ്ക്ക് വിളി കേട്ടാ താനായാലും ഞാനായാലും അത് ചെയ്യും. ആൾക്കൂട്ടത്തിൽ ഒരാൾ പിന്നല്ല എന്ന് പറഞ്ഞ് എന്നെ ആരാധനയോടെ നോക്കി. പീറ്റർ പറഞ്ഞു, നേ, അതോടെ പ്രശ്നം തീർന്നു. ഒന്നുകിൽ ഇവനെ പണിക്കെടുക്കണം, അല്ലെങ്കിൽ കണക്ക് തീർത്ത് പറഞ്ഞു വിടണം. പീറ്റർ മാന്യമായ ഒരു ഒത്തുതീർപ്പ് ധാരണ മുന്നോട്ട് വെച്ചു. ഇവൻ എന്റെ കടയിൽ കാല് കുത്തിയ ആ കാല് ഞാൻ വെട്ടും. പിള്ളേച്ചൻ നിന്ന് ചീറി. ഒരു നയാ പൈസ കൊടുക്കില്ല ഞാൻ. അയാൾ ഒത്തുതീർപ്പ് ചർച്ചയെ പുറങ്കാലിന് തൊഴിച്ച് കയ്യിലിരുന്ന ചട്ടുകം അടുക്കള വാതിലിലൂടെ വലിച്ചെറിഞ്ഞു. വാതുക്കൽ നിന്നിരുന്ന അമ്മയും മൈത്രിയും ചട്ടുകത്തിന് വഴിമാറിക്കൊടുത്ത് പിന്നെയും കൗണ്ടറിലേക്ക് ഉദ്വേഗത്തോടെ നോക്കി നിന്നു. ഭാവം മാറിയ പീറ്റർ എന്നെ ബലമായി വലിച്ച് കടയ്ക്കുള്ളിലേക്ക് കടക്കുന്നത് കണ്ട പിള്ളേച്ചൻ കൗണ്ടറിനുള്ളിലേക്ക് പാഞ്ഞു വന്ന് മേശയ്ക്ക് കാവൽ നിൽക്കുന്ന പോലെ ബഹളി പിടിച്ചു നിന്നു. പീറ്റർ എന്നോട് ഉച്ചത്തിൽ, ഡാ, നീ എത്ര ദിവസം ഇവിടെ ജോലി ചെയ്തു? ഇന്ന് 9ാം ദിവസമാണ്. ഇന്നത്തെ വിട്. അപ്പോൾ 8 ദിവസം. എത്രയാ നിന്റെ ശമ്പളം ഇയാൾ പറഞ്ഞത്? മാസം 30 രൂപയാ പറഞ്ഞത്, ചെലവും. അപ്പോൾ 8 രൂപ. നീ വല്ലതും വാങ്ങിയിട്ടുണ്ടോ? ഇല്ല. അപ്പൊ പിള്ളേച്ച 8 രൂപ അതങ്ങ് കൊടുത്ത് അവനെ ഒഴിവാക്കിയേരെ. ഒരു ചില്ലി കാശി ഞാൻ കൊടുക്കില്ല. എന്റെ കൊച്ചിനെ തല്ലിയവനും വക്കാലത്ത് പറയാൻ ഒരുത്തരും എന്റെ കടയിൽ കയറരുത്. പിള്ളേച്ചൻ കലി തുള്ളി നിന്ന് വിറച്ചു. പീറ്റർ എന്ന ചുമട്ടുതൊഴിലാളിയുടെ സമനില വിടുന്നതാണ് പിന്നെ ഞാൻ കണ്ടത്. അയാളുടെ ബലിഷ്ഠമായ വലത് കൈ പിള്ളേച്ചന്റെ തലയ്ക്ക് മുകളിൽ വരെ ഉയർന്നു. ഉരുണ്ട് കയറിയ അയാളുടെ മസിലുകൾ ചുവന്ന ബനിയനെ വലിഞ്ഞ് വീർപ്പ് മുട്ടിച്ചു. പേടിച്ചരണ്ട പിള്ളേച്ചന്റെ ഭാര്യ അയ്യോ എന്ന് നിലവിളിച്ചു. നിങ്ങൾ ആ കാശ് കൊടുത്തു വിട് മനുഷ്യ എന്ന് വിളിച്ചു പറഞ്ഞു. പിള്ളേച്ചൻ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് പീറ്ററിന്റെ ഉരുക്കു മുഷ്ടി ക്യാഷ് കൗണ്ടറിന്റെ ചുവന്ന വിരിക്കുമേൽ വെച്ചിരുന്ന ചില്ലിൽ ആഞ്ഞു പതിച്ചു.
കാശ് കൊടടാ ചെറ്റേ എന്ന് അയാൾ അലറി. ഹോട്ടൽ മായ നടുങ്ങി. പീറ്ററിന്റെ പ്രഹരത്തിൽ മേശയിലെ ചില്ല് 4 വശത്തേക്കും ഇടിമിന്നൽ പോലെ വിണ്ടു കീറി. ചില്ലിനും മേശവിരിക്കുമിടയിൽ പുലിപ്പുറത്തിരുന്ന അയ്യപ്പൻ പൊട്ടിയ ചില്ലിന് വിടവിലൂടെ വെളിയിലേക്ക് എത്തി നോക്കി. പേടിച്ചുപോയ പിള്ളേച്ചൻ മേശവലിപ്പ് വലിച്ചു തുറന്ന് അതിനുള്ളിൽ കിടന്ന 1 മുതൽ 5 വരെയുള്ള നോട്ടുകളും ചില്ലറത്തുട്ടുകളും ചിന്നിച്ചിതറിയ ചില്ലിന് മുകളിലേക്ക് വാരിയിട്ടു. മുഴുവനും എടുത്ത് പണ്ടാരടങ്ങടാ എന്നലറി. പീറ്റർ എന്നെ നോക്കി. ഞാൻ ആകെ ഭയന്നുപോയി. അയാൾ പൈസ എടുക്കാൻ എന്നെ കണ്ണു കാണിച്ചു. ഞാൻ അകത്തേക്ക് പിള്ളേച്ചന്റെ ഭാര്യയെ നോക്കി. അവർ എടുത്തോ എന്ന് ആംഗ്യം കാണിച്ചു. ഞാൻ 8 രൂപ എണ്ണിയെടുത്തു. ഇനി എന്ത് എന്നറിയാതെ ഞാൻ പീറ്ററേട്ടനെ നോക്കി. നിനക്ക് വല്ലതും എടുക്കാനുണ്ടോ അകത്തുനിന്ന്? ഉണ്ട്, ഒരു ലുങ്കിയും തോർത്തും ഷർട്ടും ഉണ്ട്, ഞാൻ പെട്ടെന്ന് ഓർത്തു പറഞ്ഞു. പോയി എടുത്തോണ്ട് വാ. ഞാൻ പിള്ളേച്ചനെ നോക്കി. അയാൾ ഭിത്തിയിൽ ചാരി എല്ലാം നഷ്ടപ്പെട്ടവനെ പോലെ അപമാനിതനായി മുകളിലേക്ക് നോക്കി നിൽപ്പാണ്. നീ അയാളോട് ചോദിക്കാനൊന്നും നിൽക്കണ്ട, പോയി എടുത്തോണ്ട് വാ, പീറ്റർ ആജ്ഞാപിച്ചു. ഞാൻ അടുക്കളയിലേക്ക് നടന്നു. വാതിൽക്കൽ നിന്ന അമ്മയും മൈത്രിയും എന്റെ കൂടെ ഉള്ളിലേക്ക് നടന്നു. മൈത്രി ആദ്യമായി എന്നോട് മിണ്ടി. പോവാണോ എന്നവൾ ചോദിച്ചു. ഞാൻ അവളെ ഒന്ന് നോക്കി. അവളുടെ മുഖത്ത് ഭയവും വട്ടക്കണ്ണുകളിൽ നനവും കണ്ടു. ഞാൻ അമ്മയുടെ അടുത്ത് ചെന്ന് ക്ഷമ ചോദിക്കും പോലെ കൈകൾ കൂപ്പി പറഞ്ഞു, ഞാൻ ഇതുവരെ ആരെയും തല്ലിയിട്ടില്ല. ഇതെങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയില്ല. അമ്മ എന്നെ വെറുക്കരുത്. എനിക്ക് ശരിക്കും സങ്കടം വന്നു. സാരല്ല, മധുവിന്റെ അമ്മ പറഞ്ഞു. ഒരു 3-4 ദിവസം കഴിയുമ്പോ ഇങ്ങോട്ട് തന്നെ പോരെ. അപ്പോഴേക്ക് അച്ഛന്റെ ദേഷ്യമൊക്കെ മാറും. വിശ്വസിക്കാനാവാതെ അതിശയത്തോടെ ഞാൻ ആ സ്ത്രീയെ നോക്കി. നീയും എനിക്ക് മോനെ പോലെ ആയിപ്പോയി. ഇതുവരെ ഇവിടെ നിന്നോരാരും നിന്നെപ്പോലെ ഇവിടുത്തെ ഒരംഗം പോലെ ആയിട്ടില്ല. അതുകൊണ്ടാ പറഞ്ഞത്. മൈത്രിയുടെ എണ്ണക്കറുപ്പുള്ള തുടുത്ത കവിളിലൂടെ ഒരു കണ്ണീർ മുത്ത് ഉരുണ്ടിറങ്ങി താഴെ അവളുടെ പെറ്റിക്കോട്ടിൽ വീണുടയുന്നത് ഞാൻ കണ്ടു. സ്റ്റോറിലെ അഴയിൽ നിന്നും എന്റെ തുണികൾ തിരയുമ്പോൾ മനസ്സിൽ എന്റെ അമ്മ തിങ്ങി നിറഞ്ഞു. തുണികൾ എടുത്ത് തിരിഞ്ഞപ്പോൾ കണ്ണുകൾക്ക് മുൻപിൽ അമ്മ, എന്റെ അമ്മ. അമ്മ എന്റെ കൈകൾ കവർന്ന്, മോൻ തിരിച്ചു വരുമോ? ഞാൻ അമ്മയ്ക്ക് മുന്നിൽ തകർന്ന് തരിപ്പിണമായി. എന്റെ വാക്കുകൾ ഒരശരീരി പോലെ ഞാൻ കേട്ടു. വരും. എവിടെ പോയാലും ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് തന്നെ വരും. ഞാൻ എൻ്റെ അമ്മയോടാണ് സംസാരിച്ചതെന്നറിയാതെ അവരെൻ്റെ കൈകൾ വിട്ടു. എൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കലങ്ങിപ്പോയതുകൊണ്ട് എനിക്ക് മധുവിൻ്റെ അമ്മയുടെ മുഖം വ്യക്തമല്ലായിരുന്നു. യാന്ത്രികമായി ഞാൻ കൗണ്ടറിനരികിലേക്ക് ഒരു സ്വപ്നത്തിൽ എന്ന പോലെ ഒഴുകി വന്നു. തുണികൾ കക്ഷത്തിലടക്കി ഞാൻ പിള്ളേച്ചന് നേരെ യാത്ര ചോദിച്ച് കൈകൾ കൂപ്പി. എൻ്റെ ഭാവവ്യത്യാസം ആർക്കും പിടികിട്ടിയില്ല. പിള്ളേച്ചന്റെ അരിശം അലിഞ്ഞു തുടങ്ങിയെന്ന് എനിക്ക് തോന്നി. പീറ്റർ എന്ന സംരക്ഷകനൊപ്പം ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങി. ബസ് സ്റ്റാൻഡിലേക്ക് നടക്കുമ്പോൾ പിന്നിൽ ഒരു ശബ്ദത്തോടെ ഹോട്ടൽ മായയുടെ പലക ഷട്ടർ വീണു. പിള്ളേച്ചൻ കാഴ്ചക്കാരെ മാറ്റി നിർത്തി കടയടച്ചു. ഇന്ന് കടമുടക്കം എന്ന ഒരു കുഞ്ഞു ബോർഡ് അടഞ്ഞ പലക ഷട്ടറിന്മേൽ തൂങ്ങി. ഹമീദിന്റെ 2 കൈകളും എന്റെ വലത് കൈയിൽ മുറുകി. എന്നിട്ട് എന്നൊരാകാംക്ഷ അവനിൽ നിന്നും കേട്ടു. പട്ടിണിയില്ലാതെ 2 നാൾ മൂവാറ്റുപുഴയിൽ ജോലി തെണ്ടി നടന്നു. കയ്യിൽ 3 രൂപ ബാക്കിയുള്ളപ്പോഴാണ് ഒരു വൈകുന്നേരം പീറ്ററേട്ടൻ പറഞ്ഞത്, ഡാ നീ ഇനി ഇവിടെ നിൽക്കണ്ട, പണിയില്ലെങ്കിൽ പട്ടിണിയായി പോവും, ഒന്ന് മാറ്റി പിടിക്ക്, കോട്ടയത്തേക്കോ എറണാകുളത്തേക്കോ വിട്, അതൊക്കെ ഇതിലും വലിയ സിറ്റികളാ. വല്ലാത്തൊരു മടുപ്പ് എനിക്ക് മൂവാറ്റുപുഴയോട് തോന്നി തുടങ്ങിയിരുന്നു. പീറ്ററേട്ടൻ ഒരു നിർദ്ദേശം തന്നിട്ട് കാവിമുണ്ട് മടക്കി കുത്തി മുന്നോട്ട് നടന്നപ്പോൾ ഞാൻ തിരിഞ്ഞ് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലേക്ക് നടന്നു. നേരെ മുൻപിൽ കുറെ ബസ്സുകൾ എനിക്ക് അഭിമുഖമായി കിടന്നിരുന്നു. അതിൽ 2 ബസ്സുകൾ കോട്ടയം ബോർഡ് വെച്ച് കിടക്കുന്നു. അധികം ആലോചിച്ചില്ല, ഒന്നിൽ കയറിയിരുന്നു. ബസ് കുലുങ്ങിത്തെറിച്ച് ബസ് സ്റ്റാൻഡിന് വെളിയിലേക്ക് കടക്കുമ്പോൾ പബ്ലിക് ഹോട്ടലിൽ നിന്നും പിക്നിക് സിനിമയിലെ ഓടിപ്പോകും വസന്തകാലമേ എന്ന ഗാനം കേൾക്കുന്നുണ്ടായിരുന്നു. എരുതിയിൽ നിന്നും വറചട്ടിയിലേക്കുള്ള യാത്രയാണെന്നറിയാതെ ഞാൻ ആ നിറസന്ധിക്ക് മൂവാറ്റുപുഴയിലെ തിക്ത അനുഭവങ്ങളെ പിന്നിലാക്കി അറിയാത്ത കോട്ടയത്തേക്ക് യാത്ര ചെയ്തു.
ഞാൻ പറഞ്ഞു നിർത്തിയപ്പോൾ നഗരത്തിലെ കാതടപ്പിക്കുന്ന കോലാഹലങ്ങൾക്കിടയിലും ഞങ്ങൾക്കിടയിൽ കനത്ത നിശബ്ദതയുണ്ടായി. ഇത്തിരി കഴിഞ്ഞപ്പോൾ ഹമീദ് ഇരുന്ന് ഊറിച്ചിരിക്കുന്നത് കണ്ട് ഞാൻ അവനെ സംശയത്തോടെ നോക്കി. അവൻ പറയുവാണ്, എരിവ് ലേശം കൂടുതലായിരുന്നു, എന്നാലും നീ വിളമ്പിയ ഉച്ചഭക്ഷണം നല്ലതായിരുന്നു, വയറ് നിറഞ്ഞു. എനിക്ക് ചിരി വന്നു. കഥ പറയുമ്പോൾ ദുരനുഭവങ്ങൾ ഒന്നുകൂടെ അനുഭവിക്കുന്ന വേദനയുണ്ടാകും. ആ ക്ഷീണത്തിലും ഞാൻ അവനോടൊപ്പം ചിരിച്ചുകൊണ്ട് ചോദിച്ചു, അപ്പം എനിക്ക് മാത്രമല്ല, നിനക്കും ലേശം വട്ടുണ്ട്. സമാധാനമായി. ഞങ്ങൾ പറയുന്ന തമാശകൾ പരസ്പരം ആസ്വദിക്കുന്നത് ഒരു വലിയ മനപ്പൊരുത്തമായി എനിക്ക് തോന്നി. ഹമീദേ, ഉച്ചയൂണ് കഴിഞ്ഞ ഒരു ഉച്ചമയക്കം വേണമെന്നാ. വയറ് നിറഞ്ഞപ്പോ ഭയങ്കര ക്ഷീണം. ഒന്ന് കിടന്നാലോ ഇവിടെ തന്നെ? ഇവിടെയോ? അടിയന്തരാവസ്ഥയാ, ഹമീദ് പറഞ്ഞു. അതെന്ത് തരം അവസ്ഥയാണെന്നൊന്നും എനിക്കറിയില്ല. ബസ് സ്റ്റോപ്പിലൊക്കെ കിടന്നുറങ്ങുന്നവരെ പോലീസുകാർ പിടിച്ചോണ്ട് പോവും. ഉണ്ണാനില്ല, ഉറങ്ങാനും പറ്റില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഹമീദേ? ഒരു വഴിയുണ്ട്. നമുക്ക് തിരുനക്കര മൈതാനത്ത് ഒരു വലിയ മരമുണ്ട്. അതിന്റെ തണലിൽ പോയി കിടക്കാം. നീ കോട്ടയത്ത് വന്നിട്ട് ആദ്യം കിടന്നുറങ്ങിയ മൈതാനം അല്ലേ? ഞാൻ റെഡി. ഞങ്ങൾ എഴുന്നേറ്റു. നടക്കല്ലിറങ്ങുമ്പോൾ ചെറുതായി തല കറങ്ങിയതുപോലെ. ഞാൻ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ചു. അവനും ഒരു കൈത്താങ് വേണമായിരുന്നു. ചെരുപ്പില്ലാത്ത ഞങ്ങളുടെ കാൽപാദങ്ങളെ ടാറിട്ട റോഡ് വല്ലാതെ പൊള്ളിച്ചു. ഞങ്ങൾ മണ്ണിലേക്ക് ഇറങ്ങി നടന്നു. ഞങ്ങളോടൊപ്പവും ഞങ്ങളെ മറികടന്നും വഴിയാത്രക്കാർ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് ധൃതി വെച്ച് നടക്കുന്നുണ്ടായിരുന്നു. വസന്തകാലം ഓടിപ്പോയി, അതിന് തിരിച്ചു വരുമോ? ഹമീദ് ഞാൻ പറഞ്ഞ കഥയിലെ പാട്ട് വെറുതെയാണെങ്കിലും ഓർമ്മിപ്പിച്ചു. വരും. ഞാൻ അവന്റെ കയ്യിൽ ഒന്ന് ഒതുക്കി പിടിച്ചിട്ട് ഉറപ്പു കൊടുത്തു പറഞ്ഞു, നമ്മൾ കോട്ടയത്ത് പട്ടിണി കിടന്ന് മരിക്കാൻ വന്നവരാണെന്നുള്ള കാര്യം മറക്കണം. എന്നിട്ട് നമ്മൾ കോട്ടയത്ത് ഒരു പിക്നിക്കിന് വന്നതാണെന്ന് മനസ്സിനെ അങ്ങ് വിശ്വസിപ്പിക്കണം. അപ്പോൾ പിക്നിക്കിലെ ഓടിപ്പോയ വസന്തകാലം ഓടി തിരിച്ചു വരും. ഹമീദ് എന്റെ കൈ വിടുവിച്ച് എനിക്കെതിരെ തിരിഞ്ഞു നിന്ന് 2 കൈകളും എളിയിൽ വെച്ചിട്ട് പറഞ്ഞു, നിനക്ക് ലേശമല്ല, നല്ല മുഴുവട്ടുണ്ട്.